പോലീസ് സ്റ്റേഷന് കല്ലെറിഞ്ഞ പാർട്ടി പ്രവർത്തകരെ പിടികൂടാൻ സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്ത ഡിസിപി ചൈത്ര തെരേസ ജോണിനെതിരായ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ഡിജിപിക്ക് കൈമാറും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും ചൈത്രയ്ക്കെതിരെ നടപടി വേണോ എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കുക. എന്നാൽ പ്രതികൾ പാർട്ടി ഓഫീസിലുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് പോലീസ് സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പോയതെന്ന് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പോലീസ് നിലപാടെടുത്തു. പാർട്ടി ഓഫീസിൽ കയറിയുള്ള പരിശോധനയ്ക്കെതിരെ സിപിഎം ജില്ലാ നേതൃത്വം നൽകിയ പരാതിയിലാണ് ചൈത്ര തെരേസ ജോണിനെതിരായ അന്വേഷണം നടക്കുന്നത്. പരിശോധനയുടെ സാഹചര്യം വ്യക്തമാക്കുന്ന അന്വേഷണ റിപ്പോർട്ടാകും തിരുവനന്തപുരം റേഞ്ചിന്റെ ചുമതലയുള്ള എഡിജിപി മനോജ് എബ്രഹാം ഡിജിപിക്ക് കൈമാറുക. ചൈത്രയ്ക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ സിപിഎം ജില്ലാ നേതൃത്വം ഉറച്ചു നിൽക്കുന്നതിനാൽ റിപ്പോർട്ടിനോട് മുഖ്യമന്ത്രി എങ്ങനെ പ്രതികരിക്കുന്നുവെന്നത് നിർണായകമാണ്. അതേസമയം ചട്ടങ്ങൾ പാലിക്കാതെ അനാവശ്യമായിരുന്നു പരിശോധനയെന്ന സിപിഎം വാദം പൊളിയുന്നതാണ് പരിശോധനയ്ക്ക് പിന്നാലെ ചൈത്ര കോടതിയിൽ നൽകിയ റിപ്പോർട്ട്. തെരേസ ജോണിനെതിരെ വകുപ്പ് തല അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടതിന് IPS അസോസിയേഷന് എതിർപ്പുണ്ട്. പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതികൾ പാർട്ടി ഓഫീസിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു SP-യുടെ പരിശോധന. പ്രതികൾ എവിടെ ഒളിച്ചിരുന്നാലും പിടിക്കണം. അതിന് സർക്കാരിന്റെയോ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയോ മുൻകൂർ അനുമതി ആവശ്യമില്ലെന്നതാണ് ഇവരുടെ വാദം. അതിനാൽ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോലീസ് കയറിയതിൽ വീഴ്ചയില്ലെന്ന വാദമാണ് അസോസിയേഷൻ ഉയർത്തുന്നത്. ഇതും സർക്കാരിനെ വെട്ടിലാക്കി. IPS അസോസിയേഷനെ പിണക്കാൻ സർക്കാരിനും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ നടപടിക്രമവും പാലിച്ചുള്ള റെയ്ഡിൽ SP-യെ കുറ്റപ്പെടുത്താനാകില്ലെന്നാണ് പൊതുവിലയിരുത്തൽ. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയെയും സർക്കാർ ഇക്കാര്യങ്ങൾ അറിയിക്കും. റെയ്ഡിന്റെ പേരിൽ SP-ക്കെതിരെ നടപടിയെടുക്കാനാകില്ലെന്ന നിലപാടും അറിയിക്കും. ഇതിന് പിന്നാലെയാണ് ADGP-യും ചൈത്രയ്ക്ക് അനുകൂല നിലപാടെടുത്തത്. പ്രതികളായവർ ഒളിവിൽ കഴിയുന്നുവെന്ന് വ്യക്തമായ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനയെന്നാണ് ചൈത്ര നൽകിയിട്ടുള്ള വിശദീകരണം. ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചില്ലെന്നും ചെറുത്തുനിൽപ്പുണ്ടായില്ലെന്ന മൊഴിയുമാണ് ഒപ്പമുണ്ടായിരുന്ന പോലീസുകാർ ADGP-ക്ക് നൽകിയത്. ആരെയും പാർട്ടി ഓഫീസിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കാൻ കഴിയാതെ പോയതാണ് SP-ക്കെതിരെ CPM ആയുധമാക്കുന്നത്. പരിശോധന നടത്തിയത് യാദൃച്ഛികമായിട്ടായിരുന്നു. പ്രതികളിൽ ഒരാളുടെ മാതാവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയത്. പ്രതികൾ അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും DCP-യും സംഘവും എത്തിയതറിഞ്ഞ് അവിടെ നിന്ന് കടത്തിയെന്ന് പോലീസ് ആരോപിക്കുന്നു. പരിശോധന നടത്തിയ ചൈത്ര തെരേസ ജോണും സംഘവും ഇവിടുത്തെ മുറികളും ബാത്റൂമും പരിശോധിച്ച ശേഷം 5 മിനിറ്റിനുള്ളിൽ പുറത്തിറങ്ങിയതായി CCTV ദൃശ്യങ്ങളിൽ കാണാം. ഈ സമയം ഓഫീസ് ജീവനക്കാരനും ഡ്രൈവറും മാത്രമാണ് ഉണ്ടായിരുന്നത്. പാർട്ടി ഓഫീസിൽ കയറിയുള്ള പരിശോധനയ്ക്കെതിരെ CPM ജില്ലാ നേതൃത്വം നൽകിയ പരാതിയിലാണ് ചൈത്ര തെരേസ ജോണിനെതിരായ അന്വേഷണം നടക്കുന്നത്. പരിശോധനയുടെ സാഹചര്യം വ്യക്തമാക്കുന്ന അന്വേഷണ റിപ്പോർട്ടാകും തിരുവനന്തപുരം റേഞ്ചിന്റെ ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം DGPക്ക് കൈമാറുക. ചൈത്രയ്ക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ CPM ജില്ലാ നേതൃത്വം ഉറച്ചു നിൽക്കുന്നതിനാൽ റിപ്പോർട്ടിനോട് മുഖ്യമന്ത്രി എങ്ങനെ പ്രതികരിക്കുന്നുവെന്നത് നിർണായകമാണ്. അതേസമയം ചട്ടങ്ങൾ പാലിക്കാതെ അനാവശ്യമായിരുന്നു പരിശോധനയെന്ന് CPM വാദം പൊളിക്കുന്നതാണ് പരിശോധനയ്ക്ക് പിന്നാലെ ചൈത്ര കോടതിയിൽ നൽകിയ റിപ്പോർട്ട്. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസിലെ പ്രതിയായ DYFI ഏരിയ സെക്രട്ടറി നിതിൻ CPM ഓഫീസിലുണ്ടെന്ന് കൃത്യമായ വിവരം ലഭിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നിതിന്റെ വീട്ടിൽ വെച്ച് അമ്മയെ കൊണ്ട് ഫോൺ വിളിപ്പിച്ചപ്പോൾ നിതിൻ തന്നെയാണ് പാർട്ടി ഓഫീസിലുണ്ടെന്ന് പറഞ്ഞതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഈ വിവരമടങ്ങിയ സെർച്ച് റിപ്പോർട്ട് അടക്കം കോടതിയിൽ നൽകിയതോടെ പരിശോധന നിയമപരമാവുകയും ചെയ്തു. ചൈത്രയുടെ നടപടിയിൽ നിയമപരമായി തെറ്റൊന്നുമില്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ നടപടി ഒഴിവാക്കണമെന്നും ഇല്ലെങ്കിൽ സേനയ്ക്കും സർക്കാരിനും ചീത്തപ്പേരാകുമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഓഫീസിലെ റെയ്ഡിന് ശേഷം DCP തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പരിശോധനാ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നതായും പോലീസ് സ്റ്റേഷനിൽ GD എൻട്രി രേഖപ്പെടുത്തിയിരുന്നതായും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.